നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ. എങ്ങോട്ടാണെന്നുള്ളത് ഞാൻ വഴിയെ പറയാമേ. ട്രെയിനിലാണ് പോകുന്നത്. ഇപ്പോൾ സമയം 7:30 8 മണിക്കാണ് ട്രെയിൻ. സാധാരണ സ്റ്റേഷനിൽ വന്നാൽ പോസ്റ്റ് അടിക്കാറാണ് പതിവ്. പക്ഷേ ഇന്ന് ട്രെയിൻ സമയത്തിന് വരും, ലേറ്റ് ആവില്ല. കാരണം ഇന്ത്യാസ് ഫാസ്റ്റസ്റ്റ് ട്രെയിൻ വന്ദേ ഭാരതിലാണ് പോകുന്നത്. വന്ദേ ഭാരതിൽ കയറണം എന്നുള്ളത് കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ അച്ഛനും അമ്മയും എൻ്റെ മോനും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരുടെയും ഫസ്റ്റ് വന്ദേ ഭാരത് ട്രിപ്പാണ്. അത് മാത്രമല്ല, എൻ്റെ മോൻ്റെ ഫസ്റ്റത്തെ ട്രെയിൻ ജേർണിയാണ്. ആദ്യമായിട്ടാണ് അവനെ ട്രെയിനിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാനും അവനും ഒരേപോലെ എക്സൈറ്റഡ് ആണ് കേട്ടോ. രാവിലെ തന്നെ നല്ല വെയിലാണ്. ഇന്ത്യൻ റെയിൽവേ സമയം പാലിക്കുന്നത് വന്ദേ ഭാരതിൻ്റെ കാര്യത്തിൽ മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് സമയത്ത് നിന്ന് സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്തു. റായ്പൂരിൽ നിന്ന് നാഗ്പൂർ വരെയാണ് നമ്മളുടെ യാത്ര. കയറിയ ഉടനെ തന്നെ നമുക്കൊരു 500 ml ഒരു വാട്ടർ ബോട്ടിൽ കിട്ടി. പിന്നെ പത്രം ഉണ്ടായിരുന്നു. രാവിലെ ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റാണ് കിട്ടിയത്. ബ്രേക്ക്ഫാസ്റ്റിൽ ഉപ്പുമാവ്, കട്ട്ലറ്റ് അതൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ടേസ്റ്റർ നമ്മുടെ മോനാണ്, അവന് ഇഷ്ടപ്പെട്ടു. വീണ്ടും ചോദിച്ച് കഴിക്കുമായിരുന്നു. അച്ഛനും അമ്മയ്ക്കും വെജും എനിക്കൊരു നോൺ വെജുമാണ് ഓർഡർ ചെയ്തത്. നോൺ വെജ് ആവറേജ് ആയിരുന്നു, പക്ഷേ വെജ് നല്ലതായിരുന്നു. രാവിലെ നേരത്തെ എണീറ്റുകൊണ്ട് കഴിച്ചു കഴിഞ്ഞ ഉടനെ മോൻ ഉറക്കം വന്നു. പിന്നെ മോൻ എഴുന്നേറ്റ് വീണ്ടും ഉഷാറായി. കുറച്ച് നേരം അവൻ്റെ ഒരു ടോയ് എടുത്തിട്ടുണ്ട്, അത് വെച്ചൊക്കെ കളിച്ചു. പിന്നെ കുറേ നേരം പുറത്തോട്ടൊക്കെ നോക്കി അവൻ കാഴ്ചയൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ്റെ ഫസ്റ്റ് ട്രെയിൻ ജേർണി എന്തായാലും അവൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അവന് വലുതാകുമ്പോൾ പറയാം, ഇന്ത്യയുടെ ഫാസ്റ്റസ്റ്റ് ട്രെയിൻ വന്ദേ ഭാരതിലാണ് ഞാൻ ആദ്യമായിട്ട് ട്രെയിൻ യാത്ര ചെയ്യുന്നതെന്നല്ലേ. ഞാനതായിട്ട് ട്രെയിനിൽ പോകുന്നത് പഴനിക്കാണ്, മുട്ടയടിക്കാൻ. ട്രെയിൻ ജേണി എന്തൊക്കെ പറഞ്ഞാലും അത് വളരെ സുഖമുള്ള കാര്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ നെറ്റ്വർക്കായ IRCTCയുടെ വലിയൊരു ഇനിഷ്യേറ്റീവാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, തുടങ്ങിയിട്ട് 2 വർഷമാണെങ്കിലും ഇത് അതിൻ്റേതായ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഭാരതീയർ എപ്പോഴും ആരംഭശൂരരാണ്. നമ്മൾ തുടക്കത്തിലുള്ള ഒരു ആവേശമൊന്നും പിന്നീട് കാണിക്കാറില്ല, പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എനിക്ക് ഫ്ലൈറ്റിലൊക്കെ കയറിയ പോലെയാണ് കേട്ടോ തോന്നിയത്. ചെയർ കാറാണ് ബുക്ക് ചെയ്തത്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിങ്, വാഷ്റൂംസ് നല്ലപോലെ ഹൈജീനിക്കാണ് കേട്ടോ. വലിയ ഇഷ്യൂ എനിക്ക് ട്രെയിനിൽ തോന്നിയിട്ടുള്ളത് വാഷ്റൂമാണ്. കാരണം നാട്ടിലേക്ക് പോകുമ്പോൾ സെക്കൻഡ് ക്ലാസ്സാണ് ബുക്ക് ചെയ്യാറ്. സെക്കൻഡ് ക്ലാസ്സിൽ പോലും വാഷ്റൂംസിൻ്റെ ഹൈജീൻ വളരെ മോശമാണ്. വിചാരിച്ച പോലെ അവൻ വാശിയൊന്നും പിടിച്ചില്ല കേട്ടോ. നന്നായിട്ട് എൻജോയ് ചെയ്യായിരുന്നു. ഉറക്കം വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് വാശി പിടിച്ച് ഒഴിച്ചാൽ ബാക്കിയുള്ള സമയം നല്ല കളിയായിരുന്നു. യാത്രയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. ഒന്ന് എൻ്റെ ആദ്യത്തെ വന്ദേ ഭാരത്, പിന്നെ എൻ്റെ മോൻ്റെ ആദ്യത്തെ ട്രെയിൻ ജേർണി. പിന്നെ ഞാൻ പോകുന്നത് എൻ്റെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതെന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. നാഗ്പൂർ എന്നുള്ളത് ചെറുപ്പം മുതൽ ഞാൻ കാണാൻ ആഗ്രഹിച്ചിട്ടുള്ളൊരു സ്ഥലമാണ്. ഞാൻ ആദ്യമായിട്ടാണ് നാഗ്പൂർ കാണാൻ പോകുന്നത്. എന്താണ് നാഗ്പൂരിനോട് എനിക്ക് ഇത്ര കണക്ഷൻ എന്നുള്ളതും ഇനിയുള്ള വീഡിയോകളിൽ ഞാൻ പറയാം കേട്ടോ.